നമസ്കാരം. കോൺഗ്രസിലെ മുഖ്യമന്ത്രി തർക്കത്തിൽ മലയാളത്തിലെ മാധ്യമങ്ങൾക്ക് പക്ഷമുണ്ടോ? മീഡിയ വൺ മുതൽ ഏഷ്യാനെറ്റ് ന്യൂസ് വരെ ചാനലുകളടക്കമുള്ള മാധ്യമങ്ങൾ ഒരു പക്ഷത്ത്. എന്നാൽ അത്രയ്ക്കങ്ങ് അവരോട് അടുക്കാതെ മനോരമ മുതൽ അങ്ങോട്ട് ചില പത്രങ്ങൾ വേറൊരു ഭാഗത്ത്. മുഖ്യമന്ത്രി കാര്യത്തിൽ അതത് മാധ്യമങ്ങൾക്ക് ആരോടൊക്കെ എങ്ങനെയൊക്കെയാണ് കൂറ്? എന്താണ് ഇതിൻ്റെ ഒരു ഗുട്ടൻസ്? നമുക്ക് നോക്കിയാലോ. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകണം എന്നൊരു കൂട്ടർ, കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രിയാകണം എന്ന് വേറൊരു കൂട്ടർ, അതല്ല ചെന്നിത്തലയാകണം എന്ന് സൈലൻ്റായി മറ്റു ചില സംഘം. ആകപ്പാടെ കുഴഞ്ഞു മറിഞ്ഞ് കിടപ്പാണ് കോൺഗ്രസിലെ കാര്യം. ഭരണം കിട്ടിയിട്ടില്ലെങ്കിലും മെയ് 4 മുമ്പ് തന്നെ ഇക്കാര്യത്തിൽ തീരുമാനമാക്കണം എന്നും പറഞ്ഞാണ് പടയോട്ടം ആരംഭിച്ചിരിക്കുന്നത്. ചെന്നിത്തല സൈലൻ്റാണ്, പക്ഷേ കെ.സി. വി.ഡി. ക്യാമ്പുകൾ പട തുടങ്ങിക്കഴിഞ്ഞു. ഇന്ന് സതീശൻ വനവാസത്തിലെ, അതായത് ട്രക്കിങ്ങിന് പോയ വനവാസം ഉണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ, ആ വനവാസവും ട്രക്കിങ്ങും ഒക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയതോടെ സംഭവം ഉഷാറായി. രാഷ്ട്രീയ നേതാക്കളുടെയും അതത് അണികളുടെയും പോരാട്ടത്തെക്കാൾ രസകരം മറ്റൊരു തരം നീക്കമാണ്. അത് മാധ്യമങ്ങൾ കൂടി അണിനിരക്കുന്ന ഒരു യുദ്ധ നീക്കം. UDFിൻ്റെ തെരഞ്ഞെടുപ്പ് സഖ്യകക്ഷിയായ വെൽഫെയർ പാർട്ടിയുടെ ജമായത്തെ ഇസ്ലാമിയും അവരുടെ ചാനൽ മീഡിയ വണ്ണും പത്രം മാധ്യമവും വി.ഡി. സതീശന് വേണ്ടി അതിശക്തമായി നിലകൊള്ളുന്നതാണ് ഇതിലെ സുപ്രധാനമായ ഒരു ടേണിംഗ് പോയിന്റ്. അവരുടെ പിന്നാലെ പ്രധാനപ്പെട്ട മറ്റു ചില മാധ്യമങ്ങളും അതത് സമയത്ത് അണിനിരക്കുന്നു. കെ.സിയെ കെട്ടിയിറക്കാൻ നീക്കം എന്ന മീഡിയ വണ്ണിൻ്റെ വാർത്തയും ചർച്ചയും എഡിറ്റോറിയൽ വിശദീകരണങ്ങളും ആണ് ഇപ്പോഴത്തെ വിവാദ ചർച്ചകളുടെ പ്രധാന കേന്ദ്രമായി വന്നത്. എന്തായാലും അതിന് പിന്നാലെ ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലും അതിശക്തമായി വി.ഡി. സതീശന് വേണ്ടി നിലകൊള്ളുന്നുണ്ട്. സതീശൻ സൈലൻ്റ് ആണെന്നും അലമ്പാക്കാനില്ല, ഭയങ്കര ശ്രദ്ധയാണ് എന്നും മുസ്ലിം ലീഗും കേരള സമൂഹവും വി.ഡി. സതീശനൊപ്പമാണ് എന്നും മൂപ്പരാള് ഭയങ്കരനാണ് എന്നൊക്കെ പറഞ്ഞ് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ വിശദമായ വാർത്തകൾ ഇന്നു മുതൽ പ്രത്യേകമായിട്ട് തന്നെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതുകൂടാതെ 8 മണി ചർച്ചകളും എഡിറ്റോറിയൽ പരിപാടികളും കെ.സിയുടെ വരവിനെ പ്രതിരോധിക്കാൻ കുറേ ദിവസങ്ങളായി ഇങ്ങനെ വരുന്നതും കാണാം. എന്നാൽ പത്രങ്ങളിൽ സാധാരണ UDFിൽ ഉമ്മൻചാണ്ടി അടക്കം ഉള്ളവർക്ക് നൽകിയ സപ്പോർട്ട് കോൺഗ്രസിലെ ഈ ആഭ്യന്തര പ്രശ്നത്തിൽ വി.ഡി. സതീശന് മനോരമ പത്രം നൽകുന്നില്ല എന്ന് വേണം കരുതാൻ. തെരഞ്ഞെടുപ്പിന് മുമ്പ് CPMനെതിരെ നിലകൊണ്ടു എങ്കിലും തെരഞ്ഞെടുപ്പ് അനന്തരം മനോരമയടക്കമുള്ള മാധ്യമങ്ങളിൽ വി.ഡി. സതീശനെയും കെ.സി. വേണുഗോപാലിനെയും ചൊല്ലി കടുത്ത ഭിന്നതകൾ നമുക്ക് നിരീക്ഷിക്കാൻ കഴിയും. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു അധ്യായമാണ് നമ്മൾ ഈ വീഡിയോയിൽ അടുത്തതായി പരിശോധിക്കുന്നത്. കെ.സിയെ മുഖ്യമന്ത്രിയാക്കണം എന്നാവശ്യപ്പെട്ടുള്ള ക്യാമ്പയിനുകളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന വാർത്താ ക്യാമ്പയിനാണ് സതീശൻ പക്ഷ മാധ്യമങ്ങൾ നടത്തുന്നത്. കെ. സുധാകരനാണ് അത്തരം ക്യാമ്പയിൻ്റെ നേതൃനിരയിൽ കെ.സിക്ക് വേണ്ടി മുന്നിൽ നിൽക്കുന്നത്. അതിൽ സുധാകരൻ നടത്തുന്ന നീക്കങ്ങൾ വാർത്തയാക്കാതിരിക്കുക, അത് ശരിയല്ല എന്നൊക്കെയുള്ള ആഖ്യാനം സൃഷ്ടിക്കുക, ഇതൊക്കെയാണ് സതീശൻ പക്ഷ മാധ്യമങ്ങളുടെ മുഖ്യ പരിപാടി. സുധാകരൻ അതിനായി ഖാർഗെയെ കണ്ടു കഴിഞ്ഞ ദിവസം. അത് ഒടുവിലത്തൊരു സംഭവമാണ്. എന്നാൽ നടക്കുന്ന കാര്യങ്ങൾ നടന്നിട്ടില്ല എന്ന് പ്രഖ്യാപിച്ച് വാർത്ത നൽകിയാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമോ? ഇല്ല. ഖാർഗെ സുധാകരൻ കൂടിക്കാഴ്ചയെക്കുറിച്ച് മാധ്യമം പത്രത്തിൽ വന്ന വാർത്തയാണ് പ്രധാനം. അത് ഇതാണ് ആ വാർത്ത. മല്ലികാർജുൻ ഖാർഗെയുമായി കെ. സുധാകരൻ നടത്തിയ ചർച്ച ഒരു വസ്തുതയാണ്. കെ.സി. വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കണം, എന്തുകൊണ്ടാക്കണം എന്നൊക്കെയാണ് അദ്ദേഹം ചർച്ച ചെയ്തതത്രേ. ഇക്കാര്യം ചില ചാനലുകൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ഇന്ന് മാധ്യമ പത്രത്തിന് അതത്ര പിടിച്ചിട്ടില്ല. പത്രത്തിലെ ഇന്നത്തെ വാർത്ത ഹൈക്കമാൻഡുമായി മുഖ്യമന്ത്രി ചർച്ച, സുധാകരൻ്റെ ചർച്ച നടന്നില്ല, സുധാകരൻ ഖാർഗെയെ കണ്ടുപോലും ഇല്ല എന്നാണ്. കാണാൻ ശ്രമിച്ച് പരാജയപ്പെട്ടു അത്രേ. മാധ്യമ ലേഖകൻ അങ്ങനെ വിശദമായി കാര്യങ്ങൾ തട്ടിവിട്ടു. കെ.സിക്ക് വേണ്ടിയുള്ള മുഖ്യമന്ത്രി ചർച്ച ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണോ എന്ന് നമുക്കറിയില്ല. പക്ഷേ ഉള്ള കാര്യം ഇല്ല എന്ന് പറഞ്ഞ് ഇമാതിരി വാർത്ത എഴുതി വിടുമ്പോൾ യാഥാർത്ഥ്യം അപ്പുറത്ത് നിൽക്കുകയല്ലേ. ആരുടെ പക്ഷത്താണെങ്കിലും ദൃശ്യങ്ങളായി തന്നെ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. മാധ്യമ വാർത്ത വസ്തുതാ വിരുദ്ധമാണ് എന്ന് മാത്രമല്ല, ചർച്ച നടന്നുവെന്ന് കെ. സുധാകരൻ തന്നെ സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. എന്താണ് സംഭവിച്ചത്? ആദ്യം മല്ലികാർജുൻ ഖാർഗെയുമായി കെ. സുധാകരൻ ചർച്ച നടത്തിയെന്ന് ചാനലുകളിൽ വാർത്ത വന്നു. കെ.സിയെ മുഖ്യമന്ത്രിയാക്കേണ്ടതിൻ്റെ ആവശ്യകത അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു എന്നായിരുന്നു വാർത്ത വന്നതിന് പിന്നാലെ അതിൽ ചില ചാനലുകൾ അതത് പക്ഷത്ത് നിന്നു. വി.ഡി. സതീശന് വേണ്ടിയുള്ള നരേറ്റീവുകൾ നൽകുന്ന ചാനലുകൾ അസ്വസ്ഥരായി. തുടർന്ന് ഇന്ന് രാവിലെ വന്ന പത്രങ്ങളിലും ആ വാർത്തയുടെ റിപ്പോർട്ടിങ്ങിലെ അസ്വസ്ഥ സ്വഭാവം നിഴലിച്ചു കണ്ടു ചില പത്രങ്ങളിൽ. എന്നാൽ അങ്ങനെയൊരു സംഭവം നടന്നിട്ടില്ലെന്നും നടന്നു എന്നത് വ്യാജ വാർത്തയാണ് എന്നും വ്യക്തമാക്കി മാധ്യമ പത്രം വാർത്തയും നൽകി. പിന്നെ അത് വിശ്വസിക്കുമല്ലോ ആളുകൾ. പത്രത്തിലെ റിപ്പോർട്ടല്ലേ. എന്താ വാർത്ത ഇങ്ങനെയാണ്: ഖാർഗെയുമായി സുധാകരൻ്റെ മുഖ്യമന്ത്രി ചർച്ച നടന്നില്ല. സ്വന്തം ലേഖകൻ. കേരളത്തിലെ മുഖ്യമന്ത്രി നിർദ്ദേശവുമായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയെ കാണാൻ മുൻ KPCC പ്രസിഡന്റ് കെ. സുധാകരൻ നടത്തിയ ശ്രമം ഫലം കണ്ടില്ല. ബജറ്റ് സമ്മേളനത്തിൻ്റെ അവസാന ദിവസം ശനിയാഴ്ച ഖാർഗെയെ കാണുന്നു എന്ന് സുധാകരനുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ അറിയിച്ചിരുന്നു. എങ്കിലും കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിച്ചിട്ടില്ല എന്നും അതിനാൽ അത് നടന്നിട്ടില്ലെന്നും ഖാർഗെയുടെ ഓഫീസ് അറിയിച്ചു. സുധാകരൻ മുഖ്യമന്ത്രിയായി കെ.സിയെ നിർദ്ദേശിച്ചു എന്ന റിപ്പോർട്ടുകൾ തെറ്റാണ് എന്ന് ഖാർഗെയുടെ ഓഫീസ് വ്യക്തമാക്കി. ഇതാണ് മാധ്യമത്തിലെ വാർത്തയിലെ വിശദാംശം.
അതായത് സുധാകരൻ ഖാർഗെയെ കണ്ട് KCയെ മുഖ്യമന്ത്രിയാക്കണമെന്ന് പറഞ്ഞിട്ടില്ലെന്ന മാധ്യമത്തിൻ്റെ ഉറപ്പ് നമ്മളെയും അറിയിച്ചു. അല്ലാതെ വന്ന വാർത്തകൾ വ്യാജമാണ് എന്നാണ് മാധ്യമം പറയുന്നത്. ഇനി വാർത്ത പ്രസിദ്ധീകരിച്ചതിന് പിന്നാലെ മാധ്യമം ഡൽഹി ബ്യൂറോ ചീഫ് ഹസനുൽ ബന്നയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്, അത് നമുക്ക് നോക്കാം. അതായത് KCക്ക് വേണ്ടിയുള്ള ഇത്തരം വാർത്തകൾ ഒരു പ്ലാന്റിംഗ് ആണ്, അത് പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ ഒരു സറ്റേറിക്കലായ വാക്ക് ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം ആ ഫേസ്ബുക്ക് പോസ്റ്റ് ആരംഭിക്കുന്നത്. പ്ലാന്റേഷൻ കോർപ്പറേഷൻ വനിതാ സംവരണത്തിൻ്റെ മറവിൽ മണ്ഡല പുനർനിർണ്ണയം നടത്താനുള്ള സർക്കാർ പദ്ധതി ദയനീയമായി പരാജയപ്പെട്ട ശേഷം ബജറ്റ് സമ്മേളനം അവസാനിപ്പിക്കാൻ പാർലമെന്റ് ചേർന്നതിനിടയിലാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ചർച്ചയ്ക്കായി സുധാകരൻ ഖാർഗെയുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന പ്ലാന്റേഷൻ ഏതാനും മലയാളം ചാനലുകളിൽ വന്നത്. തലേന്ന് തന്നെ ഇത്തരമൊരു കരക്കമ്പി ഇരുന്നതിനാൽ സുധാകരൻ ഖാർഗെയെ കാണുന്നുണ്ടോ എന്നറിയാൻ മലയാള മാധ്യമ പ്രവർത്തകർ പാർലമെന്റിൽ ഖാർഗെയുടെ ഓഫീസിലെത്തി അങ്ങനെയൊന്നും നടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തി. അതിനുശേഷമായിരുന്നു ഈ ബ്രേക്കിംഗ് എന്നതാണ് രസകരം. സുധാകരനുമായി മല്ലികാർജ്ജുൻ ഖാർഗെ കൂടിക്കാഴ്ച നടത്തുന്നില്ലെന്നും അതിന് സമയം നൽകിയിട്ടില്ലെന്നും സമ്മേളനം അവസാനിപ്പിച്ച് ഖാർഗെ ഡൽഹിയിൽ നിന്നും മടങ്ങുന്നതിനാൽ ഇന്നിനി നടക്കില്ലെന്നും സെക്രട്ടറി പറഞ്ഞു. ഓഫീസിൽ ഖാർഗെ ഇരിക്കെയാണ് ഇത് പറഞ്ഞത്. സഭ പിരിഞ്ഞ് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി റിജിജുവിൻ്റെയും AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയുടെയും വാർത്താ സമ്മേളനങ്ങൾ കഴിഞ്ഞ് വൈകിട്ട് തിരികെ ഓഫീസിലെത്തി ചാനലിൽ വീണ്ടും ആ വാർത്ത കണ്ട് ഖാർഗെയുടെ സെക്രട്ടറിയെ ഫോണിൽ വിളിച്ചു. ഇന്ന് ഇതുവരെ സുധാകരനുമായി ഒരു കൂടിക്കാഴ്ചയും ഖാർഗെ നടത്തിയിട്ടില്ലെന്നും അദ്ദേഹം ഡൽഹിയിൽ നിന്നും മടങ്ങുകയാണെന്നും ഇനി ഒരു കൂടിക്കാഴ്ച നടക്കില്ലെന്നും ഡൽഹിയിൽ അദ്ദേഹത്തെ നിഴൽ പോലെ പിന്തുടർന്ന സെക്രട്ടറി പറഞ്ഞു. ചാനലുകൾ കൊടുക്കുന്ന വാർത്ത തെറ്റാണെന്നും അദ്ദേഹം ആവർത്തിച്ചു. സുധാകരൻ കണ്ണൂരിൽ നാമനിർദ്ദേശം പത്രിക കൊടുക്കുമെന്ന് വ്യാജ വാർത്ത അടിച്ചവർ തന്നെയാണ് നടക്കാത്ത കൂടിക്കാഴ്ച നടന്നുവെന്ന് പറയുന്നത് എന്നതിനാൽ ഒട്ടും അത്ഭുതം തോന്നില്ല. മെയ് 4 വരെ പ്ലാന്റേഷൻ കോർപ്പറേഷന് സുവർണ്ണ കാലമാണ് എന്നാണ് ഹസനുൽ ബന്നയുടെ കുറിപ്പ്. മാധ്യമത്തിൽ സ്വന്തം ലേഖകൻ എന്ന് വെച്ചെഴുതിയ വാർത്ത അദ്ദേഹം എഴുതിയതായിരിക്കാനാണ് സാധ്യത. അദ്ദേഹം ഉറപ്പുവരുത്തിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നാൽ മനോരമയുടെ ഇന്നത്തെ വാർത്ത നേരെ വിപരീതമാണ്. ആ ചർച്ച നടന്നു എന്നാണ് മനോരമയിലെ വാർത്ത. ചാനലിലല്ല, മനോരമ പത്രത്തിൽ ഖാർഗെയെ കണ്ട് മനം തുറന്ന് സുധാകരൻ എന്ന തലക്കെട്ടും കൊടുത്ത് മനോരമ നൽകിയ വാർത്ത ഇതാണ്. അത് ഫേക്കാണ് എന്ന് മാധ്യമം വാർത്ത നൽകിയ അതേ ദിവസം കൂടിക്കാഴ്ചയുടെ വിശദാംശവും മനോരമയിലുണ്ട്. അതാണ്. അപ്പം മാധ്യമം പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങൾ കൂടിക്കാഴ്ച നടന്നു എന്നാണ്. ഇനി അതുപോട്ടെ, രണ്ട് പത്രമാണ്. അവർ പറയുന്നത് ചിലപ്പം ഓരോ താല്പര്യമാണെന്ന് വെക്കാം. കൂടിക്കാഴ്ച നടന്നു എന്ന് പറയുന്നത് KCക്ക് ഗുണകരമാകുമോ എന്ന് വിചാരിച്ച് മാധ്യമം അങ്ങനെ കൊടുത്തു. അതല്ല, നടന്നു എന്ന് പറഞ്ഞാൽ അത് KCക്ക് ഗുണകരമാകട്ടെ എന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ സതീശന് ഗുണകരമാകണ്ട എന്ന് വിചാരിച്ച് മനോരമ അങ്ങനെ കൊടുത്തു എന്നൊക്കെ നമ്മൾ വിചാരിച്ച് നമുക്ക് ചിലപ്പോൾ താല്പര്യങ്ങളാണെന്ന് വിചാരിക്കാം. എന്നാൽ മാധ്യമത്തിൻ്റെ വാർത്ത പ്രകാരം അത് ഫേക്കാണെന്ന് നമ്മൾ വിശ്വസിച്ചാലും പറയപ്പെടുന്ന ചർച്ചയിൽ പങ്കെടുത്ത ഒരാൾ, അതായത് ഖാർഗെയും സുധാകരനുമാണല്ലോ, അപ്പോൾ അതിൽ പങ്കെടുത്ത സുധാകരൻ അദ്ദേഹം തന്നെ വന്നു പറഞ്ഞു, ഞാൻ പാർലമെൻറ്റിൽ ഈ കാര്യം ഖാർഗെയുമായി ചർച്ച ചെയ്തു എന്ന്. അതായത് മാധ്യമ വാർത്ത വ്യാജമാണ് എന്ന്, കൂടിക്കാഴ്ച നടത്തി KCയുടെ മുഖ്യമന്ത്രി വിഷയം പറഞ്ഞു എന്ന വാർത്തയാണ് ശരിയെന്നാണ് സുധാകരൻ സ്ഥിരീകരിക്കുന്നത്. അതിൽ പങ്കെടുത്ത ഒരാൾ സാക്ഷാൽ സുധാകരൻ, അതായത് ഖാർഗെക്കൊപ്പം ചർച്ചയിൽ പങ്കെടുത്തു എന്ന് പറയുന്ന ഒരാളാണല്ലോ വന്ന് പറയുന്നത്. ആ വിഷയത്തിൽ ആധികാരികമായി കാര്യം പറയാൻ പറ്റുന്ന ആൾ രണ്ട് ആളുകളാണ്, ഖാർഗെയും സുധാകരനും. അതിലൊരാൾ സുധാകരനാണ്. അദ്ദേഹമാണ് പറയുന്നത് ചർച്ചയൊക്കെ നടന്നു. ചാനലുകളിൽ സുധാകരൻ്റെ പ്രതികരണവും അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ ദൃശ്യത്തിലൊക്കെ തന്നെ വന്നു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: സുധാകരൻ പാർലമെൻറ്റിൻ്റെ അകത്ത് വെച്ച് കണ്ടതാണ്, അപ്പോൾ സംസാരിച്ചതാണ്. വിഷയത്തിൻ്റെ കാതലായ എല്ലാ വശങ്ങളും അദ്ദേഹത്തിനും എനിക്കും അറിയാവുന്നതാണ്. നമ്മൾ പറയാൻ ആഗ്രഹിച്ചത് പറഞ്ഞു. ജനങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്ന പ്രയോറിറ്റിയാണ് സംസാരത്തിൽ ഉണ്ടായത്. മുഖ്യമന്ത്രി ആരായിരിക്കണമെന്ന് പറഞ്ഞിരുന്നോ എന്നപ്പോൾ മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്. അത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു. ഞാൻ നേരത്തെയും ഇത് പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ KCയുടെ എക്സ്പീരിയൻസ് നോക്കിയിട്ടാണ് പറഞ്ഞത്, മറ്റൊരു കാര്യത്തിനല്ല. ഞാൻ നേരത്തെ രമേശ് ചെന്നിത്തലയെക്കുറിച്ച് പറഞ്ഞു. അത് അദ്ദേഹം എക്സ്പീരിയൻസ്ഡ് ആയ നേതാവാണ് എന്ന തലത്തിലാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ ആവശ്യം ചടുലമായ പ്രവർത്തനമാണ്. മുഖ്യമന്ത്രിയുടെ സ്ഥാനത്ത് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാനുള്ള കരുത്ത്, ടൈംലി ഡിസിഷൻ, അങ്ങനെയൊക്കെയുള്ള ആളുകളാണ് വേണ്ടത്. അതാണ് നമുക്ക് ആവശ്യം. മുഖ്യമന്ത്രിയുടെ പോസ്റ്റിലേക്കാണല്ലോ, അതുകൊണ്ട് കുറച്ച് സീരിയസ് ആയി ചർച്ച ചെയ്യണം എന്നാണ്, അതുകൊണ്ടാണ് പറഞ്ഞത് എന്നാണ് സുധാകരൻ പറഞ്ഞത്. അതായത് സീരിയസ് ആയി ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. KC ഭയങ്കര അഡ്മിനിസ്ട്രേറ്ററാണ്, അദ്ദേഹത്തിന് ചടുലമായി പ്രവർത്തിക്കാൻ കഴിയും. ഈ കാര്യങ്ങൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, മുഖ്യമന്ത്രി പോസ്റ്റിലേക്ക് നിയമിക്കേണ്ട കാര്യങ്ങൾ എന്നാണ്. ഇനി സുധാകരൻ്റെ ഈ വീഡിയോ വ്യാജമാണ് എന്ന് നാളത്തെ മാധ്യമപത്രത്തിൽ വരുമോ എന്ന് നമുക്കറിയില്ല. അത് ആരുടെയെങ്കിലും ഓഫീസ് നിഷേധിച്ചു എന്നെങ്ങാനും പറഞ്ഞ് വേണമെങ്കിൽ കൊടുക്കാലോ. എന്തായാലും ഈ കാര്യത്തിൽ ഇനി നിഷേധിക്കേണ്ടത് ഏതെങ്കിലും മാധ്യമപ്രവർത്തകനോ ആ ചർച്ചയിൽ പങ്കാളിയല്ലാത്ത മൂന്നാമത്തെ ഒരാളോ അല്ല. ചർച്ച നടത്തിയെന്ന് പറയപ്പെടുന്ന ചർച്ചയിൽ പങ്കെടുത്ത രണ്ടാമത്തെ ആളാണ്, അത് മല്ലികാർജ്ജുൻ ഖാർഗെയാണ്. അതുവരെ സുധാകരൻ പറഞ്ഞത് വിശ്വസിക്കുക എന്നതാണ് സാമാന്യ യുക്തി. അല്ലാതെ ചർച്ച KCക്ക് വേണ്ടിയാണ്, അത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, അങ്ങനെ ചർച്ച അതുകൊണ്ട് നടന്നിട്ടില്ല, അമ്മാതിരി വാർത്തയൊക്കെ ഫേക്കാണ്, ഇതിലൊന്നും പങ്കാളിയല്ലാത്ത മൂന്നാമതൊരാൾ വന്ന് അങ്ങനെയൊക്കെ പറഞ്ഞാൽ
അതും ഒരു മാധ്യമം അതൊക്കെ അച്ചടിച്ച് വെച്ചാൽ വിശ്വസിക്കുക പ്രയാസമല്ലേ. അതിൽ പങ്കെടുത്ത ഒരാൾ ജീവനോടെ വന്ന് മറ്റൊന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും KC പക്ഷത്തിന് പ്രാധാന്യം ലഭിക്കുന്ന വാർത്തകൾ നേരിടാൻ ജാഗരൂകരായ സതീശൻ പക്ഷ മാധ്യമങ്ങൾ റെഡിയായിരിക്കുന്നതാണ് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുക. എന്തായാലും ഒരു കാര്യമുണ്ട്, മെയ് 4-ന് കോൺഗ്രസിന് UDFന് ഭൂരിപക്ഷം ആദ്യം ലഭിക്കണം. അതില്ലെങ്കിൽ പിന്നെ ഈ കരച്ചിലിനും ഈ സങ്കടം പറച്ചിലിനൊന്നും ഒരു പ്രസക്തിയും ഇല്ല. രാഷ്ട്രീയമായി KCക്കൊപ്പം സമുദായ സംഘടനകൾ ഇപ്പോഴേ അണിനിരന്നു എന്നാണ് റിപ്പോർട്ടുകൾ. NSS, SNDP, സുന്നി സംഘടനകളെല്ലാം ഇനി അഥവാ അങ്ങനെ ഭൂരിപക്ഷം കിട്ടി വേണ്ടി വന്നാൽ KCക്കൊപ്പം അണിനിരക്കും എന്നാണത്രേ വാർത്തകൾ. എന്നാൽ അപ്പുറത്ത് VD സതീശനൊപ്പം ജമായത്തെ ഇസ്ലാമിയുടെ ബലമാണ് VD സതീശൻ്റെ കളികളുടെ പിന്നിൽ. മീഡിയ വണ്ണും മാധ്യമം പത്രവും അവരുടെ അതിശക്തമായ കരുത്തും അവർക്കൊപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസും അടക്കമുള്ള മറ്റ് മാധ്യമങ്ങളും അണിനിരക്കുന്നുണ്ട്. മനോരമയടക്കം സതീശൻ പക്ഷപാതിത്വത്തിലേക്ക് അണിനിരന്നിട്ടില്ല. ചെറുതായി KC ക്യാമ്പിനോട് അടുപ്പം കാണിക്കുന്നു എന്ന മട്ടിലാണ് വാർത്തകൾ മനോരമയിലടക്കം വരുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചകളും ക്യാമ്പയിനുകളും വരുമ്പോൾ ഒരു മാധ്യമ യുദ്ധം കൂടി നമുക്ക് പ്രതീക്ഷിക്കാൻ ഉള്ള വകുപ്പുണ്ട്. ആകാംക്ഷാഭരിതമായ അധ്യായത്തിനായി നമുക്ക് കാത്തിരിക്കാം. മെയ് 4 വരെ എന്തായാലും ഉറപ്പാണ്. അതിന് ശേഷം എന്താ നമുക്കറിയില്ല. അതുവരെ കാത്തിരിക്കുക തന്നെ നിവൃത്തിയുള്ളൂ. നന്ദി, നമസ്കാരം.